നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ എനർജി, യൂണിവേഴ്സിൻ്റെ എനർജി കിട്ടണേ, യൂണിവേഴ്സിൻ്റെ എനർജി കറക്റ്റ് റീഡിങ് കിട്ടണേ, യൂണിവേഴ്സിൻ്റെ എനർജി കറക്റ്റ് റീഡിങ് കിട്ടണേ. Please guide me, yes. Please guide me, yes. Please guide me, yes. Please correct reading, correct energy, yes. Correct energy, yes. Correct energy, please guide me, please guide me, guide me, yes. And reading, correct energy, please guide me, yes. Please guide me, please guide me, yes. Please guide me, yes. Please guide me, please guide me, please guide me, yes. Please guide me, universe. 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 ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 2 of Wands എനർജിയാണ്. നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്, ക്യാരിഡ് ആവാതെ നോക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യണമോ വേണ്ടയോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല വ്യക്തികളുമായുള്ള ഇൻട്രാക്ഷൻസ് നിങ്ങളെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി അയാളുടെ ലോകത്ത് മാത്രമാണുള്ളത്, അയാളുടെ കംഫർട്ട് സോൺ വിട്ടുപോയിട്ടില്ല. യൂണിയനാണ് കാണിക്കുന്നത്. ഒന്നുകിൽ സെപ്പറേറ്റഡ് ആയ ആളുകൾ ഒന്നിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പ്രിപ്പറേഷൻ ആയിരിക്കാം. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 4 of Wands എനർജിയാണ്. 4 of Wands എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷനാണ്, ഒരു സെലിബ്രേഷനാണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്, സക്സസ്ഫുള്ളാണ്, ഒരു സ്റ്റെബിലിറ്റി കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഒരു വീട് വെക്കാനും കല്യാണം കഴിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത്. ചില ആളുകൾ നാട്ടിലെ തിരിച്ചു വരുന്നെന്ന് കാണുന്നുണ്ട്, ചില ആളുകൾ നാട്ടിൽ തന്നെ ഒത്തുകൂടുന്നെന്നും കാണുന്നുണ്ട്, ചില ആളുകൾക്ക് റിയൂണിയനാണ്. സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾ കണക്ഷൻ ആയിട്ടാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്തൊരു കംഫർട്ട് സോൺ ആ പേഴ്സണ് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവർ ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ ബ്യൂട്ടിഫുള്ളായ കാര്യം ഉണ്ടാകുന്നതാണ്. വളരെ ഹാപ്പിയായി ഫീൽ ചെയ്യും. ഫ്രണ്ട്സുമായി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ള ടെൻഷനും മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിലെ ചൈൽഡിനെ പുറത്തു കൊണ്ടുവരികയാണ് നിങ്ങൾ. വളരെ ഒരു റിലാക്സ്ഡ് ആകുന്ന ദിവസമായിരിക്കുമെന്നും. ഒരു റിയൂണിയൻ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ഹാപ്പിയസ്റ്റുള്ള ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ. ഒരു 6 of Wands എനർജിയാണ്. നിങ്ങളിപ്പോഴുള്ള പാതയിൽ വിജയിച്ചു എന്നാണ് കാണുന്നത്. ഇതൊരു വിക്ടോറിയസ് കാർഡാണ്. ഒന്നുകിൽ മുന്നോട്ട് പോവുക, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ പേടിച്ച് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നുണ്ടാവും, എന്നാൽ അത് വളരെ നന്മയുള്ള ഒരു കാര്യമായിരിക്കുമെന്നും കാണുന്നുണ്ട്. കുറേ ആൾക്കാർ നിങ്ങൾക്കെതിരായിരിക്കാം. നിങ്ങൾക്ക് ഭയമുണ്ട് മുന്നോട്ട് പോകാൻ എന്നാണ് കാണുന്നത്. ഒരു സാഹചര്യവുമില്ല. ചില കമ്പനിയിലോ ഓഫീസിലോ കുറേയധികം ആളുകൾ നിങ്ങൾക്കെതിരായിട്ടുണ്ടാകാം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളറിയാവുന്ന എല്ലാവരും ഒരുമിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു 9 of Cups എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ടൈമായി കഴിഞ്ഞു, വെരി ഹാപ്പിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ്.
പ്രയോറിറ്റി എപ്പോഴും സെറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊടുക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പണവും സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു സെപ്പറേഷനിലൂടെയാണ് എന്നാണ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണോ സെപ്പറേഷനിലായത് അവരുടെ കൂടെ ഉണ്ടാകുന്നത് നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അടുത്തൊരു ഏസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഫോളോ യു പാഷൻ. നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലുള്ള അവസരമാണ്. ഇമോഷൻ കൂടുമ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വരുന്നത് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്. പെട്ടെന്നൊരു കാര്യവും നടക്കില്ല എന്നാണ് പറയുന്നത്. വളർന്നുകൊണ്ടിരിക്കും, എന്നാൽ ഗ്രോത്ത് ഉണ്ടാകില്ല. പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് മലകളും നദികളും കടന്ന് വേണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഈ കാർഡ് പറയുന്നത് നമ്മുടെ പാഷൻ പെട്ടെന്ന് നടക്കില്ല, നമുക്ക് തുടരാമെന്നാണ്. പുതിയൊരു തുടക്കമാണ് ഇത് പറയുന്നത്. അടുത്ത് വന്നൊരു കിങ് ഓഫ് സോർഡിൻ്റെ എനർജിയാണ്. വളരെ ഫോക്കസ്ഡ് ആണ്. സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. യു ഹാവ് അച്ചീവ് സക്സസ്. നാച്ചുറൽ ബോൺ ലീഡർ. എക്സ്പീരിയൻസും പാഷനുമുള്ള ലീഡർ. പ്രാക്ടിക്കലായി ചിന്തിക്കുന്നു. ചില നല്ല തീരുമാനങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ക്ലിയറായി. ജോലിയാകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നാണ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിവേഗം ആക്ഷൻ എടുക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ആലോചിച്ച് വിശകലനം ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട തോട്ട്സിനെ എടുക്കാനും വേണ്ടാത്ത തോട്ട്സിനെ കളയാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പവറിൽ തന്നെ നിങ്ങളുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസിഷൻ എടുക്കാൻ ഉണ്ട്. നിങ്ങളിലേക്ക് എന്ത് വേണമെങ്കിലും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി. അടുത്തായി വന്നിട്ടുള്ളത് ഒരു വീൽ ഫോർ ഫോർച്യൂനാണ്. മേജർ ചേഞ്ചിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുക. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇതൊരു ലക്കി കാർഡാണ്. എന്തിനും തയ്യാറെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്തു. നിങ്ങളുടെ കഴിവുകളെല്ലാം എടുത്ത് നിങ്ങളുടെ സാഹചര്യത്തെയും സമയത്തെയും അനുകൂലമാക്കിയെടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നു എന്ന് കാണുന്നുണ്ട്. കർമ്മ ആണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഈ ജന്മത്തിൽ അനുഭവിക്കുക നമ്മുടെ മുൻജന്മങ്ങളിൽ ഏതേതോ കാലത്തുണ്ടാക്കി വെച്ച കർമ്മയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യമാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകില്ല. മറ്റുള്ളവർക്കൊരു വെളിച്ചം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് ആ കാത്തിരിപ്പിൻ്റേതായ ഫലം കിട്ടും എന്നും കാണുന്നുണ്ട്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത്. താങ്ക് യു.